ഉച്ചക്കലത്തെ ചോറിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫസ്റ്റ് എന്താ വഴുതനങ്ങയാണ്. ഞാൻ ഈ വഴുതനങ്ങ അവിയലിക്കും സാമ്പാറിക്കും മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്നൊരു ദിവസം ഇതുപോലെ സ്ലൈസ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം പൊതുവേ എനിക്ക് വഴുതനങ്ങ വലിയ താല്പര്യമില്ല, ഞാൻ വാട്ടിയിട്ടൊന്നും കഴിക്കാറില്ല. അതിന് വേണ്ടിയിട്ട് 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലേക്ക് 2 പുറവും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി പാനിലേക്ക് ഇടാം. ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് 2 വഴുതനങ്ങ എടുത്തെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം തന്നെ നമ്മൾ അരിഞ്ഞു വന്നപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു, ഒരു പാനിന് അറിയാനുള്ള അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ വഴുതനങ്ങ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഒരു റെസിപ്പി പറഞ്ഞു തരുന്നത്. അവൾ ഇതുപോലെ ചെയ്ത് എനിക്ക് തരുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാവാറുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.